നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയ പുതിയൊരു ജാപ്പനീസ് ആക്ഷൻ ഫാൻറ്റസി സീരീസാണ് യു യു ഹക്കുഷോ. ഇതൊരു മാംഗാനെ ബേസ് ചെയ്താണ്. ഇതിനെ ബേസ് ചെയ്തൊരു ആനിമി ഉണ്ട്. അതിൻ്റെ ഒരു ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ ആണത്. സോ എർത്ത് ഉണ്ട്, ദെൻ ഒരു ഡീമോൺ വേൾഡും ഉണ്ട്. ഇത് രണ്ടും പാരലായിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുമായിരുന്നു. പക്ഷേ എർത്തിലുണ്ടാകുന്ന ഒരു മിസ്റ്റീരി ഹോള് കാരണം അതിൽ കൂടെ കുറേ ഡീമോൺസൊക്കെ ഈ ഒരു എർത്തിലേക്ക് വരികയാണ്. സോ അങ്ങനെയുള്ള സമയത്ത് എർത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ പെട്ടെന്ന് ഒരു ആക്സിഡന്റിൽ മരിക്കുകയും ആ ഒരു ക്യാരക്ടറിന് റീഇൻകാർണേഷൻ കിട്ടി ഈ ഒരു ഡീമോൺസിനെ കൊല്ലാൻ വേണ്ടിയിട്ട് സ്പിരിറ്റ് വേൾഡ് അയക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് മാറുകയും ചെയ്യുമ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഈ ഡീമോൺസിനെ എതിർത്ത് നിൽക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടം ആൾക്കാർ എങ്ങനെയാണ് എതിർത്ത് നിൽക്കുക എന്ന് കാണിക്കുന്ന ഒരു സീരീസാണിത്. ആൻഡ് ഇതിൻ്റെ പ്ലോട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കരധികം സിമ്പിളാണ്, ഭയങ്കര ലെയിമായിട്ടുള്ള കാര്യം. പക്ഷേ അതിനെ നല്ല രീതിക്ക് തന്നെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കാരണങ്ങളിലൊന്ന്, ഇതിൽ ഇപ്പോൾ നമ്മൾ ആനിമിയോ മാംഗൊക്കെ വായിക്കുമ്പോൾ കുറേ ആർക്ക് ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് ഒരു 2-3 ആർക്കെങ്കിലും വെറും 5 എപ്പിസോഡ് കൊണ്ട് ഇതിൽ കംപ്ലീറ്റ് ചെയ്യും. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവങ്ങളിലൊന്ന്. കാരണം ലൈവ് ആക്ഷനാണ്. ഇതിൽ വേണമെങ്കിൽ വലിപ്പിച്ച് 8-10 അല്ലെങ്കിൽ 2-3 സീസണുകളിലായിട്ട് കാണിക്കേണ്ട സാധനത്തെ വെറും ഒരു സീസണും 5 എപ്പിസോഡും കൊണ്ട് കാണിക്കുന്നത് കൊണ്ടാണ് എനിക്കിത് റെക്കമെൻഡ് ചെയ്യാൻ തോന്നിയത്. സോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ഇതിൻ്റെ മേക്കിംഗ് ഭയങ്കര രസമുണ്ട്. ഇതിൻ്റെ ഒരു പ്ലോട്ടും നമ്മളിപ്പോൾ കുറേ സാധനങ്ങളൊക്കെ കേട്ടിട്ടുള്ള സാധനമാണെങ്കിലും അതിൻ്റെ ഒരു മേക്കിംഗ്, അതിലെ ക്യാരക്ടർ ഡിസൈൻ, ഇതൊക്കെ തന്നെ കുറേ വ്യത്യാസങ്ങളുണ്ട്. കാരണം നമ്മൾ സ്ഥിരം കാണുന്ന ക്യാരക്ടേഴ്സ് ഒന്നുമല്ല. ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ ഓരോ എബിലിറ്റി ഉണ്ടാവും. സീരീസിൽ കാണിക്കുന്ന ഈച്ച് ആൻഡ് എവരി ക്യാരക്ടേഴ്സിന് ഓരോ യൂണിക്നെസ് ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ബോഡി ലാംഗ്വേജിലും അവരുടെ പവർ സ്കിൽസിലും ഒക്കെ തന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ അങ്ങോട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ കാണാൻ നല്ല രസമുണ്ട്. ആൻഡ് അതിൻ്റെ മേക്കിംഗ് അടിപൊളിയാണ്. ആ ഒരു എക്സിക്യൂഷൻ, അതിൽ CGI വർക്കുകൾ നെറ്റ്ഫ്ലിക്സ് ഇങ്ങനെ പൈസ ഇങ്ങനെ വാരി അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നും. കാരണം നമ്മൾ ചിലപ്പോൾ ഒരു ഹോളിവുഡ് സിനിമയിലൊക്കെ കാണുന്ന ഒരു സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ഓഫ് VFX നമുക്ക് ഈ ഒരു സീരീസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ഈ ആക്ഷൻ ഫാൻറ്റസി ജോണറൊക്കെ ഇഷ്ടപ്പെടുന്നവർ. എൻ്റെ ഇതിന് മെയിൻ ഹൈലൈറ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ 5 എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഓരോ എപ്പിസോഡ് ഒരു 40-50 മിനിറ്റ് മാത്രമേ ഉള്ളൂ. സോ ഒരു ഫുൾ ലെങ്ത് സിനിമ കണ്ടു കഴിയുന്ന ഒരു മോഡിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു 2-3 ആർക്കുകൾ മാംഗയിലുള്ളത് ഒറ്റയടിക്ക് ഒരു സീസണായിട്ട് കണ്ടു കഴിയും. ആൻഡ് ഇത് നെറ്റ്ഫ്ലിക്സ് ചിലപ്പോൾ റിന്യൂ ചെയ്യുമായിരിക്കും, അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ സ്റ്റിൽ ഈ ഒരു സീസണിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രോപ്പർ 5 എപ്പിസോഡിൽ ആ ഒരു പ്രോപ്പർ സ്റ്റോറി ആർക്ക് ഇതിൽ കംപ്ലീറ്റ് ആവുന്നുണ്ട്. സോ ഇനിയിപ്പോൾ വന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് സാറ്റിസ്ഫൈ ആവും എന്നുള്ളത് തീർച്ചയാണ്. നെറ്റ്ഫ്ലിക്സിൻ്റെ മെയിൻ പ്രശ്നങ്ങളിൽ വന്ന് ഇത്തരത്തിൽ റിന്യൂ മാത്രമല്ല, ക്യാൻസലിംഗ് ആണ്. ഇപ്പോൾ ഓൾറെഡി കിങ്ഡം ഒക്കെ ക്യാൻസൽ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. ആ കിങ്ഡം ഓർമ്മയുണ്ടോ? കിടില സാധനമായിരുന്നു. ഈവൺ അതിൻ്റെ ഒരു സ്പിൻ ഓഫ് മൂവി അടക്കം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അശ്വിൻ ഓഫ് ദി നോർത്ത് എന്ന് പറഞ്ഞിട്ട്. എൻ്റെ മോനെ, ആ സാധനമൊക്കെ അവർ ഒന്നും പറയാനില്ല. സോ ഇതൊക്കെ ചിലപ്പോൾ ഇനി നല്ല സാധനങ്ങളാണെങ്കിൽ നമുക്ക് വ്യൂവേഴ്സ് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ ക്യാൻസൽ ചെയ്യും. സോ അതുകൊണ്ട് തന്നെ അധികം പേർക്കൊന്നും ഈ സാധനം നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റെക്കമെൻഡ് ചെയ്യാണ്ടിരിക്കുക എന്നാണ് ഇപ്പോൾ തൊട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം വ്യൂവേഴ്സ് കൂടുമ്പോഴാണ് ഇവർക്ക് ക്യാൻസൽ ചെയ്യാനുള്ള ത്വര കൂടുന്നത്. എന്താ ചെയ്യുക ഒന്നും പറയാൻ വയ്യ. സോ ഈ ഒരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിന് മാംഗ ആനിമി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം, ഈ ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷനിലും ഇതിലുള്ള വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളതൊക്കെ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടാതെ ഈ ഒരു ആക്ഷൻ ഫാൻറ്റസി ജോണർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഒരു നല്ല സീരീസ് ആയിട്ട് എനിക്ക് തോന്നി. നെറ്റ്ഫ്ലിക്സിൽ ഇതിൻ്റെ എല്ലാ എപ്പിസോഡുകളും അവൈലബിൾ ആണ്. ജപ്പാനീസ് ഓഡിയോ മാത്രമല്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഓഡിയോ കൂടി. ഞാൻ കണ്ടത് ഇംഗ്ലീഷ് ഓഡിയോ ആണ്, പക്ഷേ അടിപൊളി ഡബ്ബായിരുന്നു. സോ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. എങ്ങനെ വലിയ ഇഷ്ടപ്പെടും. മറ്റൊരു ഓഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.